കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ രാമക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ഈ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ടുവെന്നും കേരളത്തിലെ ഒരു മുക്കുവന് മത്സ്യബന്ധനത്തിനിടെ അത് ലഭിച്ചു എന്നാണ് ഐതിഹ്യം. ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ഗോശാലകൃഷ്ണൻ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതമാർ. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് ചുറ്റും രാമായണ കഥയിലെ പല സന്ദർഭങ്ങളും ജീവൻ തുടിക്കുന്ന രീതിയിൽ ധാരാളം മരപ്പണികളും കൊത്തുപണികളും നമുക്ക് ഇവിടെ കാണാനാകും. തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ നാലമ്പല ദർശനങ്ങളിൽ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം. രാമായണ മാസമായ കർക്കടകത്തിൽ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായി നിരവധി ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി നാളിൽ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷമാണ്. ഇവിടുത്തെ മീനൂട്ട് വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. അതുപോലെ തന്നെ വെടിവഴിപാടുകളും. ഈ ക്ഷേത്രത്തിന് സമ്പന്നമായ ചരിത്രമുണ്ട്. ആദ്യകാലങ്ങളിൽ സാമൂതിരിയുടെ കീഴിലായിരുന്നു ഭരണം. പിന്നീട് ഡച്ചുകാരും മൈസൂർ സുൽത്താൻമാരും കൊച്ചി ഭരണാധികാരികളും കൈയടക്കി വെച്ചു ഈ ക്ഷേത്രം. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിന് ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാമക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ക്ഷേത്രം.